എളുപ്പത്തിൽ ഒരു മട്ടൺ സ്റ്റ്യൂ എങ്ങനെ ആക്കാമെന്ന് നോക്കാം. വെളിച്ചെണ്ണയിലേക്ക് ഉലുവ, ചുവന്നുള്ളി, കറിവേപ്പില കാച്ചിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, അതിനുശേഷം കുറച്ച് തക്കാളി, വേണമെങ്കിൽ നമുക്ക് പുളിക്ക് 1 ടീസ്പൂൺ തൈരും ആഡ് ചെയ്യാം. ഞാനിവിടെ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1-2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉരുളക്കിഴങ്ങും കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മട്ടനും അതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഏതൊരു കറി ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നല്ല ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ന്യൂട്രീഷനും കുറച്ച് മനസ്സിലാക്കുക. അതായത് പൊട്ടാറ്റോ കാർബ്സ് ആണ്, മട്ടൺ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ആണ്. അതിനുശേഷം നമ്മളിവിടെ 2ാം പാലാണ് ഇതിലൊഴിച്ച് വേവിച്ചെടുക്കാൻ പോകുന്നത്. സോ കോക്കനട്ട് മിൽക്ക് ഒരു നല്ല ഗുഡ് ഫാറ്റ് സോഴ്സ് ആണ് എന്നൊക്കെ മനസ്സിലാക്കുക. 2ാം പാലൊഴിച്ച് നന്നായി വേവിച്ചതിന് ശേഷം അവസാനം നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം. കുറച്ച് മല്ലിയിലയും കുറച്ച് ഗരം മസാലയും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം 5 മിനിറ്റ്. നമ്മൾ വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചിട്ടുണ്ടാക്കിയ ഈ മട്ടൺ സ്റ്റ്യൂ കഴിക്കുമ്പോൾ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് 1/4 പോർഷൻ ഓഫ് 9-inch പ്ലേറ്റ്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് കാർബ് സോസും ആവശ്യത്തിന് വെജീസും ആഡ് ചെയ്തിട്ട്, ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഗീ റൈസ്, മട്ടൺ സ്റ്റ്യൂ, സ്പ്രൗട്ട് സാലഡ്.